നമസ്കാരം. വാസ്തുസ്കോ.com സ്വാഗതം. എല്ലാവർക്കും സംശയം തോന്നാവുന്ന ഒരു ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ഒരു മാസത്തിൽ 2 പ്രാവശ്യം അവരുടെ ജന്മനക്ഷത്രം വന്നാൽ ഏത് നക്ഷത്രം വരുന്ന ഏത് തീയതിയാണ് ജന്മദിനമായി ആഘോഷിക്കേണ്ടത്, ബർത്ത്ഡേ ആഘോഷിക്കേണ്ടതാണ് ചോദ്യം. സാധാരണഗതിയിൽ നമ്മുടെ ജ്യോതിഷശാസ്ത്രം പറയുന്നത് ഒരു മാസം നാം ജനിച്ച നക്ഷത്രം 2 തവണ വരികയാണെങ്കിൽ, ജനിച്ച മാസം ആ മാസത്തിൽ തന്നെ ആ നക്ഷത്രം 2 തവണ വരികയാണെങ്കിൽ രണ്ടാമത് വരുന്ന തീയതി ആയിരിക്കണം നമ്മുടെ ബർത്ത്ഡേ ആയി എടുക്കേണ്ടത്. അത് ജനനത്തിൻ്റെ സമയം അനുസരിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത് നമ്മുടെ നക്ഷത്രം വരുന്ന തീയതിയിൽ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, അത് തന്നെയാണ് നല്ലത്. ആദ്യത്തെ അല്ല, രണ്ടാമത്തത്. ഒരു ഉദാഹരണം, 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതി ഒരു ഉത്തര നക്ഷത്രം വരുന്നു. അടുത്ത മാസം അതേ മാസം തന്നെയാണ്, ആ മാസം തന്നെയാണ് വീണ്ടും ഉത്തര നക്ഷത്രം. 27 നക്ഷത്രങ്ങളിലോ വീണ്ടും വന്നേക്കാം. വരുമ്പോൾ രണ്ടാമത് വന്ന നക്ഷത്രം എന്നാണോ വന്നത് അന്ന് നമ്മുടെ ജന്മദിനമായി ജ്യോതിഷപ്രകാരം ആഘോഷിക്കുക. ഇനി ഇംഗ്ലീഷാണെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ലല്ലോ. നമ്മുടെ ഇംഗ്ലീഷ് ഡേറ്റ് തന്നെയാണ് നമ്മുടെ ബർത്ത്ഡേ. അതിലാണല്ലോ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ഒരാൾക്ക് 3 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതറിയാമോ? ഒന്ന് നമ്മുടെ ജ്യോതിഷപ്രകാരം കറക്റ്റായിട്ട് ജനിച്ച ആ ദിവസം. 2 നമ്മുടെ ഓഫീസ് റെക്കോർഡുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത്. മിക്കവാറും മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 2ാമത്തെ ബർത്ത്ഡേ. 3ാമത്തെ എന്താണെന്ന് പറഞ്ഞിരുന്നാൽ ഇതേപോലെ സംശയങ്ങൾ വരുന്ന, അതായത് ആദ്യം ആഘോഷിക്കണോ രണ്ടാമത് ആഘോഷിക്കണോ എന്നുള്ള അങ്ങനെ 3 ഡേറ്റ് ഓഫ് ബർത്തുകളുണ്ട്. ഇപ്പോൾ ജ്യോതിഷശാസ്ത്രപരൻ 2 നമ്മൾ ആഘോഷിക്കണം എന്നാണ്. 2 ഒന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഒരെണ്ണം ആഘോഷിക്കുക, അതായത് ഇംഗ്ലീഷ് തിയറി അനുസരിച്ച്. 2 മലയാളം തിയറി അനുസരിച്ച് രണ്ടാമത് നമ്മുടെ വരുന്ന നക്ഷത്രമായി ആണ് നമ്മുടെ ജന്മദിനമായി ആഘോഷിക്കേണ്ടത്.